Good morning. In the current affairs, December 20. പത്രത്തിലെ മെയിൻ ന്യൂസ് നിതി ആയോഗിന്റെ ഒരു റിപ്പോർട്ടാണ്. നിതി ആയോഗ് എല്ലാവർക്കും അറിയാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗ്. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നത് വരെയും ഉണ്ടായിരുന്ന സംഭവമാണ് പ്ലാനിംഗ് കമ്മീഷൻ. ജവഹർലാൽ നെഹ്റുവാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന സംഭവമാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തത് തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഈ 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ, അതിന്റെ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ചെയർമാനും വൈസ് ചെയർമാനായിട്ടൊരു എക്കണോമിസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. മോഡി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്ലാനിംഗ് കമ്മീഷനെ ടോട്ടലി ഇല്ലാതാക്കി. എന്നിട്ട് കൊണ്ടുവന്നതാണ് നിതി ആയോഗ്, NITI, നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി ആയോഗിന് ഒരു ചെയർമാൻ ഉണ്ട്, അത് പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർമാൻ ഒരു എക്കണോമിസ്റ്റ് ആയിരിക്കും. ചെയർമാൻ പ്രൈം മിനിസ്റ്ററും വൈസ് ചെയർമാൻ ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റ് ആയിരിക്കും. ഇപ്പോ നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ്. നിതി ആയോഗിന്റെ സിഇഒ അമിതാഭ് കാന്ത് ആണ്. നിതി ആയോഗിന്റെ സിഇഒ അമിതാഭ് കാന്ത് KANTH. നിതി ആയോഗിന് പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് 3 പേര്. നിതി ആയോഗിന്റെ പെർമനന്റ് മെമ്പേഴ്സ് ബിബേക് ഡെബ്രോയി, BIBEK, ബിബേക് ഡെബ്രോയി, DEBROY, ബിബേക് ഡെബ്രോയി, VK സരസ്വത്, VK സരസ്വത്, SARASWAT, VK സരസ്വത്, ആൻഡ് രമേശ് ചന്ദ്. ഈ 3 പേരുമാണ്. ഈ ബിബേക് ഡെബ്രോയി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. EAC-PM, എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. അതാണ് EAC-PM, എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. അതിന്റെ ചെയർമാനുമാണ് ബിബേക് ഡെബ്രോയി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിതി ആയോഗിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് 2022 കൂടി 9% ഗ്രോത്ത് ഇന്ത്യയുടെ GDP അച്ചീവ് ചെയ്താലേ ഭാവിയിൽ ഇനഫ് ജോബുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. അത് ഒരു റിപ്പോർട്ടാണ്, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റില്, ലോക്സഭയില് കൊമേഴ്സ്യൽ സറോഗസിയെ ബാൻ ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കി. ലോക്സഭയിലെ പാസ്സാക്കില്ലെങ്കിൽ രാജ്യസഭയിൽ പാസ്സാകണം. ദ ലോക്സഭ ഓൺ വെനസ്ഡേ പാസ്ഡ് എ ബിൽ ബാനിങ് commercial surrogacy, SURROGACY, commercial surrogacy, with penal provisions of jail time of up to 10 years and fine of up to rupees 10 lakh. അതായത് കൊമേഴ്സ്യൽ സറോഗസി എന്ന് വെച്ചാൽ വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുന്ന പരിപാടിയാണ് കൊമേഴ്സ്യൽ സറോഗസി. അതിനെ ടോട്ടലി ബാൻ ചെയ്തത്, മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടുകൊണ്ട് ടോട്ടലി ബാൻ ചെയ്യാനുള്ള ഒരു ബില്ലാണ് ലോക്സഭയിൽ പാസ്സാക്കിയത്. ഇനി രാജ്യസഭയിൽ കൂടെ പാസ്സാകുമ്പോഴേ നിയമമാവുള്ളൂ. 10 ലക്ഷം രൂപ ഫൈനാണ് ഇതിലാരെങ്കിലും എൻഗേജ് ചെയ്താൽ. പിന്നെ മാക്സിമം 10 ഇയേഴ്സ് വരെ ഇംപ്രിസൺമെന്റും, തടവ് ശിക്ഷയും, ജയിൽ ടൈമും. ഇത് പക്ഷെ എന്നെഴുതി സറോഗസി പറ്റില്ല എന്നല്ല, സറോഗസി പറ്റും. അത് കുട്ടികൾ ഉണ്ടാവാത്ത പേരൻസ്, അവർക്ക് അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് സറോഗേറ്റ് മദേഴ്സ് ആക്കാം, ക്ലോസ് റിലേറ്റീവ്സിന് മാത്രം. അപ്പൊ ഈ കൊമേഴ്സ്യലൈസേഷൻ തടയാൻ വേണ്ടിയിട്ടാണത്. ദ ബിൽ വിച്ച് വിൽ ബിക്കം ലോ വൺസ് ദ രാജ്യസഭ അപ്രൂവ്സ് ഇറ്റ് allows only close Indian relatives to be surrogate mothers and purely for altruistic reasons. അപ്പം 5-10 വർഷമായിട്ട് കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് സറോഗേറ്റ് മദേഴ്സ് ആക്കാം. അതിന് പ്രോബ്ലം അല്ല. മറ്റത് കൊമേഴ്സ്യൽ സറോഗസിയാണ് അവർ ബാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് GSAT-7A ലോഞ്ച് ചെയ്തു. GSAT-7A, ഇന്ത്യയുടെ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രിഡോമിനന്റ്ലി ഫോർ യൂസേജ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ കാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GSAT-7A എന്ന സാറ്റലൈറ്റ്. അത് ലോഞ്ച് ചെയ്തത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. അത് ലോഞ്ച് ചെയ്തത് GSLV F11 എന്നുള്ള ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ്. GSLV F11 അത് പഠിച്ചു വെച്ചാൽ എക്സാമിന് ചോദിക്കാം. ലോഞ്ച് ചെയ്ത കൊമേഴ്സ്യൽ ലോഞ്ച് വെഹിക്കിളിന്റെ പേര് വരെ ചോദിക്കും, GSLV F11. അതുപോലെ UN ഹ്യൂമൻ റൈറ്റ്സ് പ്രൈസ് ഫോർ 2018, UN
യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൈസ് ഫോർ 2018 പ്രാവശ്യം കിട്ടിയത് ഈയിടയ്ക്ക് മരിച്ചുപോയ പാകിസ്ഥാനി ജേർണലിസ്റ്റും ആക്ടിവിസ്റ്റും ഒക്കെ ആയ അസ്മ ജഹാംഗീറിനാണ്. അസ്മ ജഹാംഗീർ, JAHANGIR. പിന്നെ സ്പോർട്സ് പേജിൽ എഴുതിയെടുക്കാനും വേണ്ടിയിട്ട് ന്യൂസുകൾ കുറവാണ്. നമുക്ക് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി ഉണ്ടാവുമ്പോൾ അവർക്ക് ആ ഐഡിയ മാത്രമായിരിക്കും ഉണ്ടാവുന്ന. ആ ന്യൂ ഓൺടർപ്രണേഴ്സിന് they won't have money with them to expand their business, expand their idea. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ some people will come and invest in that company. Such individuals are known as angel investors. അപ്പൊ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബോയിങ് എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വേൾഡിലെ ഏറ്റവും വലിയൊരു കൊമേഴ്സ്യൽ പാസഞ്ചർ പ്ലെയിൻസ് മാനുഫാക്ചറർ ആണ് ബോയിങ്. ഏത് രാജ്യത്തെ കമ്പനിയാണെന്ന് അറിഞ്ഞിരിക്കണം. US കമ്പനിയാണ് ബോയിങ്. ഇതുപോലെ വേൾഡിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് മാനുഫാക്ചറർ ആണ് എയർബസ് ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പൊ ബോയിങ് US കമ്പനിയും അതുപോലെ എയർബസ് ഫ്രഞ്ച് കമ്പനിയാണ്. സുരേഷ് പ്രഭു ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്ററാണ്. ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ് സുരേഷ് പ്രഭു. അതുപോലെ കുറെ ഇന്ത്യയിൽ 11ഓളം ബാങ്കുകൾ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് PCA ഫ്രെയിംവർക്കിലാണ്. PCA എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാഡ് ലോൺ അല്ലെങ്കിൽ കിട്ടാക്കടം അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് NPA നോൺ പെർഫോമിംഗ് അസറ്റ് ഒരു ത്രെഷോൾഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ബാങ്കുകളെ PCA ഫ്രെയിംവർക്കിന്റെ അണ്ടറിലാക്കും. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിന്റെ അണ്ടറിൽ ആക്കും. അപ്പൊ അങ്ങനെ 11 ബാങ്കുകൾ PCA ഫ്രെയിംവർക്കിന്റെ അണ്ടറിലായി. ഇനി അതിൽ 4 ബാങ്കുകള് അവരുടെ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ മൊത്തം പിന്നീട് പാരാമീറ്റേഴ്സും ഒക്കെ ഇംപ്രൂവ് ആയതിന്റെ അടിസ്ഥാനത്തിൽ 4 ബാങ്കുകളെ PCA ഫ്രെയിംവർക്കിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുമ്പോഴാണ് RBI. അപ്പൊ ആ നിയന്ത്രണങ്ങൾ അവരുടെ മുകളിലുള്ളത് നീക്കപ്പെടും. ആ 4 ബാങ്കുകൾ അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് കോർപ്പറേഷൻ ബാങ്ക്. അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ സുഭാഷ് ചന്ദ്ര ഗാർഗിന്റെ ഫോട്ടോ ഉണ്ട്. സുഭാഷ് ചന്ദ്ര ഗാർഗ് ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറിയാണ് സുഭാഷ് ചന്ദ്ര ഗാർഗ്. ഫിനാൻസ് സെക്രട്ടറി AN Jha. ഫിനാൻസ് സെക്രട്ടറി AN Jha, JHA. അതുപോലെ റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ അജയ് ഭൂഷൺ പാണ്ഡെ. അദ്ദേഹം ആധാർ ഇഷ്യൂ ചെയ്യുന്ന UIDAI യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO കൂടെയാണ്. UIDAI യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEOയും അതുപോലെ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറിയുമാണ് പിന്നീട് നമ്മുടെ അജയ് ഭൂഷൺ പാണ്ഡെ. പിന്നെ RC ഭാർഗവ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറായ മാരുതി സുസുക്കിയുടെ ചെയർമാനാണ്. പിന്നെ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ എഴുതിയെടുക്കാനുള്ള മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് US അനൗൺസസ് സിറിയ ട്രൂപ്പ് പുൾ ഔട്ട്. അതായത് വേൾഡിലെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം നിലനിൽക്കുന്ന രാജ്യമാണ് സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസാദ് ആണ്. സിറിയയുടെ പ്രസിഡന്റ് ബഷർ BASHAR ബഷർ അൽ അസാദ് ASSAD ബഷർ അൽ അസാദ് ആണ് സിറിയയുടെ പ്രസിഡന്റ്. അപ്പോ ഈ സിറിയയില് ഇപ്പൊ റഷ്യയുടെ ട്രൂപ്സിന്റെ പ്രസൻസ് ഉണ്ട്, ടർക്കിയുടെ ട്രൂപ്സിന്റെ പ്രസൻസ് ഉണ്ട്, ഇറാന്റെ ട്രൂപ്സിന്റെ പ്രസൻസ് ഉണ്ട്, US-ന്റെ ട്രൂപ്സിന്റെ പ്രസൻസും ഉണ്ട്. അതിൽ US സിറിയയിലെ ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള റീസൺ ആയിട്ട് അവർ പറയുന്നത് സിറിയയിലെ ഏറ്റവും വലിയ ത്രെട്ട് IS ടെററിസ്റ്റുകളായിരുന്നു. അപ്പൊ അവരെ തോൽപ്പിച്ചു. ഇനി അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് US പറയുന്നത്. US-ന്റെ ഡിഫൻസ് സെക്രട്ടറിയാണ് ജിം മാറ്റിസ് അല്ലെങ്കിൽ ജെയിംസ് മാറ്റിസ് എന്ന് പറയാം. ജിം മാറ്റിസ് ജിം മാറ്റിസ് MATTIS.
അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ന് മുതൽ പ്രസിഡന്റ്സ് റൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ December 20 മുതൽ പ്രസിഡന്റ്സ് റൂൾ. ഇത്രയും കാലം ഗവർണർ റൂളിലായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇത്രയും കാലം ഗവർണർ റൂളിലായിരുന്നു. ഇന്ന് മുതൽ പ്രസിഡന്റ്സ് റൂൾ സ്റ്റാർട്ട് ചെയ്യാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ. അതുപോലെ AFSPA എക്സ്പാൻഷൻ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. AFSPA എക്സ്പാൻഷൻ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പലതിലും, മണിപ്പൂർ പോലുള്ള സ്റ്റേറ്റുകളിൽ, ആസാമിന്റെ ചില പാർട്ടുകളിലും, അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് AFSPA, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ഹിന്ദുവിലെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ ചേഞ്ച് ഇൻ മിസോറാം എന്നാണ് എഡിറ്റോറിയലിന്റെ പേര്. ചേഞ്ച് ഇൻ മിസോറാം. അത് കറണ്ട് അഫയേഴ്സ് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. ഹെഡിങ് കാണുമ്പോഴേ മിസോറാമിൽ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചത്. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോ മിസോറാമിലെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടിയായ MNF, മിസോ നാഷണൽ ഫ്രണ്ട്, സൊറാം തങ്ക ആണ് എന്റെ ലീഡർ. ZORAMTHANKA, സൊറാം തങ്ക. GA ആണെന്ന് ZORAMTHANGA, സൊറാം തങ്ക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിക്കേഷനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ 8ഓളം സ്റ്റേറ്റുകളാണുള്ളത്. ഇവിടെ എല്ലാ സ്ഥലവും ഒരു 10 വർഷം മുമ്പ് വരെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. കാരണം കോൺഗ്രസിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ശക്തി അവിടെ ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു സ്റ്റേറ്റിൽ പോലും കോൺഗ്രസിനോട് ഭരണമില്ല. മിസോറാം മാത്രമായിരുന്നു അവരുടെ ലാസ്റ്റ് സീറ്റാടൽ. അത് അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അത് നോർത്ത് ഈസ്റ്റ് റീജിയനിലെ പൊളിറ്റിക്സിലുണ്ടായ ചേഞ്ചിനെ കുറിച്ചാണ് അത് പറയുന്നത്. അതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ റൈറ്റ്സ് റിവൈസ്ഡ് എന്ന് പറഞ്ഞാണ്. അത് പാർലമെന്റിൽ ഇപ്പൊ ഞാൻ ബില്ല് പാസ്സാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. കൊമേഴ്ഷ്യൽ സറോഗസിയെ ബാൻ ചെയ്യുന്ന ബിൽ. അതുപോലെ പാർലമെന്റിൽ 2 ദിവസം മുമ്പ് പാസ്സാക്കിയ ബില്ലാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ബിൽ 2018. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ബ്രാക്കറ്റിൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ബിൽ 2018. ട്രാൻസ്ജെൻഡേഴ്സ്, ഇന്ത്യയിലെ തേർഡ് സെക്സ് ആയിട്ടുള്ള ആൾക്കാർ, മെയിലും ഫീമെയിലും അല്ലാതെ ഒരു തേർഡ് സെക്സ് ഉണ്ട്, അവരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള പാർലമെന്റിൽ ഇപ്പൊ പാസ്സായ നിയമമാണ് ഈ പറഞ്ഞത് ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ബിൽ 2018. അപ്പൊ ആ ബില്ലിലെ പ്രൊവിഷൻസ് അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക വഴി ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്നലെ ലോഞ്ച് ചെയ്ത ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത GSAT-7A എന്ന് പറയുന്ന സാറ്റലൈറ്റ്, ഞാനത് പറഞ്ഞു. GSLV F-11 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ലോഞ്ച് ചെയ്തതിന്റെ വെയിറ്റ് അറിഞ്ഞിരിക്കുക 2250 kg. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. പിന്നെ തേജസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. തേജസ് ഇന്ത്യയുടെ LCA ആണ്. ഇന്ത്യയുടെ LCA അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ്. ഇന്ത്യയുടെ LCA അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാക്ട് ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത, ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ്. പിന്നീട് സെൻസെക്സ് എല്ലാവർക്കും അറിയാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇൻഡെക്സ് ആണ് സെൻസെക്സ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് നിഫ്റ്റി ആണ്. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് വെച്ചാണ്. നിഫ്റ്റി 50. പിന്നെ GST റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള അതോറിറ്റിയാണ് GST കൗൺസിൽ. GST റിലേറ്റഡ് ഇഷ്യൂസിൽ ഡിസിഷൻ എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള അതോറിറ്റിയാണ് GST കൗൺസിൽ. സമീർ വർമ്മ, ഇന്ത്യയുടെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മെയിൽ ബാഡ്മിന്റൺ സ്റ്റാർ ആണ് സമീർ വർമ്മ. ഇന്ത്യയുടെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മെയിൽ ബാഡ്മിന്റൺ സ്റ്റാർ ആണ് സമീർ വർമ്മ. പിന്നീട് ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് ഗൌബ. ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് ഗൌബ, ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിജയ് ഗോഖലെ. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ
വിജയ് ഗോഖലെ. ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ HL ദത്തു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ HL ദത്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർമാൻ രാംശങ്കർ കഥേരിയ. KATHERIA. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ രാംശങ്കർ കഥേരിയ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ചെയർമാൻ നന്ദകുമാർ സായി. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർമാൻ സയ്യിദ് SYED ഗയോറുൽ GHAYORUL ഗയോറുൽ ഹസൻ HASAN ഹസൻ റിസ്വി RIZVI സയ്യിദ് ഗയോറുൽ ഹസൻ റിസ്വി. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർമാൻ. അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ വിമനിന്റെ ചെയർപേഴ്സൺ ആണ് രേഖ ശർമ്മ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ CIC അതിന്റെ ചെയർമാൻ RK മാത്തൂർ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC അതിന്റെ ചെയർമാൻ CVCയുടെ ചെയർമാൻ KV ചൌധരി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ചെയർമാൻ K ശിവൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ചെയർമാനും ISROയുടെ ചെയർമാനും എപ്പോഴും ഒരാളായിരിക്കും. ISROയുടെ ചെയർമാനായ K ശിവനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ചെയർമാൻ. UGC ചെയർമാൻ DP സിംഗ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGCയുടെ ചെയർമാൻ DP സിംഗ്. പിന്നീട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നിപ്പം പറയാനുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് ഓൺലൈൻ ഡിസ്കസ് ചെയ്യാനുള്ളത് നാളെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. താങ്ക് യു.